ഹരിശ്രീ അശോകനെ പിടിച്ച് അകത്തിടാത്തത് ഹരിശ്രീ അശോകന്റെ ഭാഗ്യം. സംഭവം നടക്കുന്നത് 2018-ലാണ്. താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വരികയായിരുന്നു. മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വട്ടം പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി നീ മാലക്കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ലോക്കപ്പിൽ അടക്കുകയും ചെയ്യുന്നു. തുടർന്ന് 64 ദിവസം അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നു. പക്ഷേ അവരുടെ ബന്ധുക്കൾ, ഭാര്യയും മക്കളും ഒക്കെ വെറുതെ ഇരുന്നില്ല. അവർ നിരന്തരം കോടതിയിലും ഗവൺമെന്റിലും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ മാല മോഷ്ടിച്ച കള്ളനും ഈ താജുദ്ദീനും തമ്മിൽ കാണാൻ ഒരുപോലെ ഇരിക്കും. ഇവർ രണ്ടുപേരെയും കണ്ട ഹരിശ്രീ അശോകനെ പോലെ ഇരിക്കും. ഇനിയിപ്പോ പോലീസ് ഹരിശ്രീ അശോകൻ ഷൂട്ടിങ്ങിന് വല്ലതും വന്നിരുന്നെങ്കിൽ ഹരിശ്രീ അശോകനെ പിടിച്ച് അകത്തിടാത്തത് ഹരിശ്രീ അശോകന്റെ ഭാഗ്യം. പറഞ്ഞ മാല മോഷ്ടിച്ച സമയത്തെ അദ്ദേഹത്തിന്റെ CDR ഒന്ന് പരിശോധിക്കണം, മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അബദ്ധത്തിൽ പെടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുക്കുകയും താജുദ്ദീനെ വെറുതെ വിടുകയായിരുന്നു. 14 ലക്ഷം രൂപ ഗവൺമെന്റ് ഈ താജുദ്ദീന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. പക്ഷെ താജുദ്ദീൻ ചോദിച്ചത് 1,14,00,000 എന്തുകൊണ്ടാണ് 1,14,00,000 കോടതി വിധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ നടത്തിയത് ഗവൺമെന്റ് ഏജൻസീസ്, അതായത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഒരു പൗരന്റെ ഫണ്ടമെന്റൽ അവകാശം, അവന് ജീവിക്കാനുള്ള അവകാശം, ആരാണോ അദ്ദേഹത്തെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്തത് ആ ഉദ്യോഗസ്ഥർ തന്നെ ഈ 14 ലക്ഷം രൂപയും കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവാം ഒരു മനുഷ്യന്റെ ജീവിതം തുലച്ചതിന് വെറും 14 ലക്ഷം രൂപയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്കും മാനനഷ്ടത്തിനും സിവിൽ റെമഡിക്ക് തീർച്ചയായിട്ടും പോകാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെതിരെ ഇല്ലീഗലായിട്ട് അയാളുടെ ഡ്യൂട്ടി ഇല്ലീഗലായിട്ട് ചെയ്തതിന് ക്രിമിനൽ ഒഫൻസും ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പായിട്ട് നമ്പി നാരായണൻ കേസ് നമുക്കറിയാലോ. നമ്പി നാരായണനും ഇത്തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തതിന് ഗവൺമെന്റിന്റെ പാരിതോഷികമായിട്ട് 50 ലക്ഷം രൂപ സുപ്രീം കോടതി വിധിച്ചിരുന്നു. നിങ്ങളെ ഇല്ലീഗലായിട്ട് യാതൊരു എവിഡൻസും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയിട്ട് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാവുന്നതാണ്. ഇത് ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രായച്ചിത്തമാണ്. തോറ്റവരാണ് ഇന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ജയിച്ചവര് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നിട്ടേ ഉള്ളൂ. തോറ്റവന്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്ന ഒരു പ്രചോദനം.